തൊണ്ട കുടുങ്ങിയാൽ എന്തോ ചെയ്യണ്ടേ? ഇത് രണ്ട് രീതിക്ക് കുടുങ്ങാം. ഒന്ന് ഭാഗികമായിട്ട് കുടുങ്ങാം, ഒന്ന് ഫുള്ളായിട്ട് കുടുങ്ങാം. ഇതിപ്പോ ഫുള്ളായിട്ടാണ് കുടുങ്ങിയേക്കുന്നത്. ഫുള്ളായിട്ട് കുടുങ്ങുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത്. ഈ സമയത്ത് ചെയ്യേണ്ടത് നമ്മൾ പുറകെ വരിക, ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ഈ കാലിന്റെ ഇടയിലോട്ട് കയറ്റുക. എന്ന് വെച്ചാൽ ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം. അപ്പൊ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഈ കൈയുടെ ഇടയിൽ കൂടി കൈ ഇടുക, ഈ കൈ തട്ടി മാറ്റുക, തട്ടി മാറ്റി അതിനുശേഷം നമ്മുടെ ഈ കൈ ചുരുട്ടുക, വലത്തേക്ക് ചുരുട്ടി ഇടത്തേക്കടെ അകത്ത് വെക്കുക. എന്നിട്ട് ഈ പൊക്കിളും ഈ നമ്മുടെ ഈ വാരിയല് തീരൂല്ലേ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ജെ ഷേപ്പിൽ നമ്മൾ പ്രഷർ ചെയ്യണം. മേപ്പോട്ട് നല്ല പ്രഷർ ചെയ്യണം. അപ്പോഴേ നമ്മള് ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വാ തുറക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് അതുവരെ പോകും. അത്രക്ക് പവറാണ് ഇത്. നല്ല പ്രഷർ ആയിരിക്കും കൊടുക്കേണ്ടത്. അത്ര ഇവിടെ പ്രഷർ വരും. അപ്പൊ നമ്മൾ എന്താണോ കുടുങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അന്നനാളത്തിലോട്ട് പോകേണ്ട ആഹാരം ശ്വാസനാളത്തിൽ കുടുങ്ങിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ കുടുങ്ങിയിരിക്കുന്നത് 90% ചാൻസ് പുറത്തു വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 10% പുറത്ത് വരാതിരിക്കാം. ഈ സമയത്ത് രോഗി ചിലപ്പോൾ താഴത്ത് വീഴും. ആ സമയത്താണെങ്കിൽ നമ്മൾ CPR കൊടുക്കണം. ഇനി ഭാഗികമായിട്ടാണെങ്കിൽ ഇങ്ങനെ ചുമച്ചോണ്ട് നടക്കും, ഇങ്ങനെ പിടിക്കൊന്നുമില്ല. അപ്പൊ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതായിട്ട് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പിടിച്ച് ഇങ്ങനെ നല്ല ഒരു 3-4 പ്രാവശ്യം തട്ടുക. ചെറുതായിട്ടാണ് അങ്ങനെ തട്ടുക. തട്ടുന്നത് നല്ല ശക്തിക്ക് തട്ടണം. പക്ഷെ ഭാഗ്യമായിട്ടാണ് കുടുങ്ങിയത്, അങ്ങനെ ചെയ്താൽ മതി. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു കൊച്ചിന്റെ ബബിൾക്കം വന്നപ്പോൾ അതെ ഇതുപോലെ അറിയാവുന്ന ചെറുപ്പക്കാരാണ് ആ ജീവൻ രക്ഷിച്ചത്. എന്തായാലും അതുപോലെ എല്ലാവരും അറിഞ്ഞിരുന്ന തീർച്ചയായിട്ടും അച്ഛനമ്മമാരും അതുപോലെ ടീച്ചർമാരും ഒക്കെ പഠിച്ചിരിക്കണം.